സമയം 10:30 ഒരു ട്യൂഷൻ ഉണ്ട്. മുടി ഒന്ന് വെട്ടണം, താടിക്കൊന്ന് ഷേവ് ചെയ്യണം. നേരമില്ല, എക്സാം ആയ കാരണം കൊണ്ട് ഭയങ്കര തിരക്കാണ്. എന്തായാലും പെട്രോൾ അടിക്കണം, പെട്രോൾ അടിച്ചിട്ട് വേണം ട്യൂഷന് പോകാനായിട്ട്. ഇപ്പോൾ ഓൾറെഡി ലേറ്റാണ്. ഞാൻ പിള്ളേരോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു 10 മിനിറ്റ് പോയിട്ട് വേണം. ഇതിലിപ്പോൾ മിക്കതും ഫ്യൂവൽ എം ടി എന്നാണ് കാണിക്കാറ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മീറ്റർ ഒന്നും ഇപ്പോൾ വർക്കിംഗ് അല്ല, കണ്ടോ, ഇതൊന്നും വർക്കിംഗ് അല്ല. പിന്നെ വണ്ടിയൊക്കെ ഭയങ്കര ശോകാവസ്ഥയാണ്, ഫുള്ള് സർവീസിന് കൊടുക്കാറായിട്ടുണ്ട്. അപ്പോൾ ഒരു 10,000 രൂപയുടെ പണി മിനിമം ഉണ്ടായിരിക്കാം. ഇതാണ് നമ്മുടെ ഒള്ളരിക്കര ടെമ്പിൾ എന്ന് പറയും. ഇവിടെ എത്തിയപ്പോൾ മഴ കിട്ടി, മഴ അങ്ങനെ പെയ്ത് തുടങ്ങുകയായിരുന്നു. അപ്പോൾ ഇവിടെ വെച്ച് കോട്ട് മാറി വേഗം. 10:30 തുടങ്ങിയ ട്യൂഷൻ കഴിഞ്ഞു. ഞാൻ പെട്രോൾ അടിച്ച് വരുന്ന വഴിക്ക് നല്ല കിടിലം മഴ പെട്ടെന്നാണ് പെയ്തത്. കുറച്ചൊക്കെ നനഞ്ഞു, എന്നാലും നനഞ്ഞ് പിണ്ടിയായിട്ടാണ് ഇവിടെ വന്നത്. അതിനുശേഷം ട്യൂഷൻ കഴിഞ്ഞു. ട്യൂഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് 1:30 വീണ്ടും അടുത്ത നെക്സ്റ്റ് ട്യൂഷൻ ഉണ്ട്. അപ്പോൾ വീട്ടിലേക്ക് പോയിട്ട് വന്ന് ഭക്ഷണം കഴിച്ചിട്ട് വേണം വരാനായിട്ട്. അപ്പോൾ അത്ര ചെറിയൊരു ഗ്യാപ്പുള്ളൂ. ഇപ്പോൾ തന്നെ 12:30 1:30 അടുത്ത ട്യൂഷനാണ്. ഈ എക്സാം തുടങ്ങിയ നല്ല കട്ട പണിയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരെ പിന്നാലെ നിൽക്കണം, പിന്നെ നമ്മൾ വിചാരിച്ച റിസൾട്ട് ഉണ്ടാക്കി എടുക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പണി എന്ന് പറയുന്നത്. അപ്പോൾ ചിലർക്കൊക്കെ തോന്നും ട്യൂഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പരിപാടിയാണെന്ന്. അല്ല, തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ടാസ്ക് പിടിച്ച പരിപാടിയാണ്. നമുക്ക് ഭയങ്കര പ്രഷറാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ പഠിക്കുന്ന കാലത്ത് പോലും അത്രയും പ്രഷർ ഉണ്ടായിട്ടില്ല. പക്ഷെ പിള്ളേരുടെ മാർക്കൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിലോ ഭയങ്കരമായിട്ടുള്ള പ്രഷറാണ്. അതുകൊണ്ട് തുടങ്ങാൻ കുഴപ്പമില്ല, പക്ഷെ കുറച്ചൊക്കെ റിസ്ക് ഉണ്ടാവില്ല. എല്ലാ ജോലിക്കും അതിനായിട്ടുള്ള റിസ്ക് ഉണ്ട്, അതന്നെ. എന്തായാലും പരീക്ഷ ടൈം നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഇതാണ്. പരീക്ഷ ടൈം ഇങ്ങനെ കടന്നു പോകും, പക്ഷെ പരീക്ഷ കഴിഞ്ഞ ഒരു വെക്കേഷൻ്റെ ഒരു 10 ദിവസത്തെ മൂഡ് ഉണ്ടല്ലോ, അതൊന്ന് ചേഞ്ച് ആവുന്ന രീതിയിലേക്ക് നമുക്ക് മാറുന്ന ആ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ റിസൾട്ടാണ്. അതായത് 10 ദിവസത്തെ ഒരു ഹാപ്പി മൂഡ് ഉണ്ടല്ലോ, അതൊരൊറ്റടിക്ക് ചേഞ്ച് ആവും, ഉൾട്ടയടിക്കും ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ പിന്നെ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പരീക്ഷ വരുന്നുണ്ടല്ലോ. എനിക്ക് എന്താ പറയുക, ഒക്ടോബറിൽ ഒരു പരീക്ഷ വരുന്നുണ്ട്. അത് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ടഫ് കോമ്പറ്റീഷനാണ് ശരിക്കും പറഞ്ഞാൽ. ഒറ്റ പോസ്റ്റ് 2 പോസ്റ്റാണുള്ളൂ. 28,000 30,000 പേരാണ്ട് പരീക്ഷ എഴുതുന്നുണ്ട്. അപ്പോൾ തന്നെ ആലോചിച്ചാൽ അറിയാലോ കോമ്പറ്റീഷൻ എത്രത്തോളം ഉണ്ടാകുന്നുള്ളത്. അതിന് ഇനി കോച്ചിങ്ങും കാര്യങ്ങളൊന്നും എടുത്തിട്ട് കാര്യമില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അധികവും ഇല്ല. അതും വെച്ചിട്ട് പഠിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല. സിലബസും പ്രീവിയസ് ഇയറിനെ വെച്ച് നോക്കുമ്പോൾ വളരെ ചേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ RRB JEE അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിന്റെ കോച്ചിങ്ങിന് പോകാനായിട്ട് ഞാൻ അവിടെ വിളിച്ചു ചോദിച്ചിരുന്നു. അപ്പോൾ ബുക്സ് വാങ്ങിച്ചിട്ടില്ല. ബുക്സ് ഞാൻ ഓൺലൈനിൽ ഇപ്പോൾ ഓർഡർ ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുന്നു. കാരണം ഇവിടെ 2 ദിവസം കൂടി വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ കുറച്ച് ആപ്പുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ. അത് പിന്നെ കുഴപ്പമില്ല. പിന്നെ അതിന്റെ കോച്ചിങ്ങിന് പോകാനായിട്ട് ഞാൻ അവിടെ ഓഫ്ലൈൻ ചോദിച്ചപ്പോൾ 24,000 സംതിങ് ആണ് അതിന്റെ കോഴ്സ് ഫീ എന്ന് പറയുന്നത്. 6 മാസത്തേക്ക് മറ്റുമാണ്. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അതിന് എല്ലാത്തിനും ഉപരി നമുക്ക് വേണ്ടത് ടൈമാണ്. ടൈം നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. എന്തായാലും ആലോചിച്ച് പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കണം, കാരണം അത് ഭാവി പ്രശ്നമാണ്. എന്തായാലും നോക്കാം. ഇപ്പൊ സമയം 1:25. റെസ്റ്റ് എടുക്കാൻ സമയം തീരെ കിട്ടില്ല. പരീക്ഷ ആയാണ്, പക്ഷെ ഒരു 1/2 മണിക്കൂറെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഉപകാരപ്പെട്ടേനെ എന്നുള്ളതാണ്. ഇതിപ്പോൾ നിന്ന് തിരിയാൻ സമയമില്ല. ഇനിയിപ്പോൾ രാത്രി 10:30 10:45 ആവും എല്ലാം കഴിയുമ്പോൾ. ഉറക്കൊന്നും പ്രോപ്പർ ആവണില്ലേ. ശരിക്കും പറഞ്ഞാൽ ഹെൽത്തൊക്കെ നമ്മൾ നോക്കേണ്ടതാണ്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആ തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ട് വേണം നമുക്ക് ജിമ്മിലൊക്കെ ഒന്ന് പോയി സ്റ്റാർട്ട് ചെയ്തിട്ട് വെയിറ്റ് ലോസ് ചെയ്യണം. പിന്നെ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ സമയമാണ് വേണ്ടത്. ഈ 24 മണിക്കൂർ എന്നുള്ളത് മാറ്റിയിട്ട് കുറച്ച് സമയം കൂടുതൽ വേണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് നടക്കില്ലല്ലോ. ഇന്നിപ്പോൾ 10ാം ക്ലാസ്സിന് മാത്സ് ആയിരുന്നു. ഇപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ട് പരീക്ഷ, ഏകദേശം അല്ല കഴിഞ്ഞിട്ടുണ്ടാവും പരീക്ഷ, രാവിലെ ആയിരുന്നു. എന്തായോ എന്തോ ആകെ ടെൻഷനാണ്, ടെൻഷൻ. ഇതിപ്പോൾ മാർക്ക് വരുമ്പോൾ എങ്ങനെയാണ് എന്താണെന്നൊന്നും നമുക്കറിയില്ല. എളുപ്പമല്ല, ഇതിൻ്റെ ഒരു പാർട്ടാണ് അതൊക്കെ. പക്ഷെ നമ്മുടെ ആഗ്രഹം നമുക്ക് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടണമെന്നാണ്. പക്ഷെ അറിയില്ല. ഇനിയിപ്പോൾ അധികം വൈകുന്നില്ല. 2 മിനിറ്റാണ് ഞാൻ അവിടെ ഇരുന്നത്, 2 മിനിറ്റ്. ഇപ്പോൾ 1:27. നേരെ ട്യൂഷന് പോട്ടെ. യൂട്യൂബ് ഒരു ഹരിശ്രീ കുട്ടിയുടെ രോദനം. എക്സാം കഴിഞ്ഞു വന്ന കുട്ടിയുടെ രോദനം. പറടാ, എങ്ങനെയുണ്ടായിരുന്നു എക്സാം? ബട്ട് കൈവിട്ട് പോയി എന്നല്ല ഉദ്ദേശിച്ചത്. പിന്നെ കൈവിട്ട് പോയത് പേനായിരുന്നോ? കൈവിട്ട് പോയത് പിന്നെ പേനായിരുന്നോ? ഇങ്ക എവിടെ? ഓ, അത് ഒരു ചെറിയൊരു ഇങ്കായപ്പോഴേക്കും നിന്റെ മനസ്സിങ്ങനെ വേദനിച്ച. എന്നിട്ട് പേപ്പർ മൊത്തം ഇങ്കായ എഴുതിയതൊക്കെ പറഞ്ഞു പോയാ?
അല്ല നീ ഇടത്തെ കൈ കൊണ്ടല്ലോ എഴുതുക. പിന്നെ ഓക്കെ പാറുവിന്റെ എക്സാം ഉണ്ടായിരുന്നു. പാറു അടുത്ത മീനാക്ഷിയുടെ എക്സാം ചോദിക്കാം. സൂപ്പർ പേപ്പർ ആയിരുന്നു. ഇത്രയും നല്ല പേപ്പർ വേറെ എവിടെയും കാണില്ല. പേപ്പർ എവിടെ കാണില്ല, പക്ഷെ എഴുതിയതാണ് കാണാത്തത്. ആൻസർ ഷീറ്റ് അതിന് സൂപ്പർ ആയിരുന്നു. ടീച്ചർക്ക് നല്ല രസമായിരിക്കും. എന്റർടൈൻമെന്റ് ആണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. ഇത് ഓണം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞാലാണ് നമ്മുടെ ശരിക്കും റിയാക്ഷൻ വീഡിയോ എടുക്കുന്നതായിരിക്കും. അതിന് നമ്മളൊക്കെ ഉണ്ടെങ്കിൽ എടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ നട്ടെടുത്തോളൂ. ഈ വീഡിയോയില് ലൈക്ക് ചെയ്യാൻ മാത്രല്ല ചേട്ടന്റെ വീഡിയോ മീനാക്ഷി ഫാൻസ് അസോസിയേഷൻ നോക്ക്. ഇല്ല നോക്ക്, ഒരു ഹരിശ്രീ, 2 ഹരിശ്രീ, 3 ഹരിശ്രീ, ഇനിയും കുറച്ച് ഹരിശ്രീകൾ വരാണ്ട്. ഇത്രയും ടഫ് സിലബസ് പഠിക്കുന്ന നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് നമ്മുടെ പരീക്ഷയുടെ ഭാഗമായി നമ്മൾക്ക് പഠിച്ച് നമുക്ക് ഉയർന്ന മാർക്ക് വാങ്ങിക്കാനാണ്. അല്ല പാറു? ആ, ഇന്നത്തെ പരീക്ഷയ്ക്ക് എന്തൊക്കെ എഴുതി? ഓ എഴുതിയാ? 9 ശരിയാക്കിട്ടാ. മോട്ടോ എന്താ? മോട്ടോ പെട്ടു മോട്ടോ കഴിഞ്ഞത് ഈശ്വര. എടാ നിന്റെ ലെറ്റ് ദ പീൽ ഓഫ് ഹാർമണി ബി ദ അപ്പീൽ ഓഫ് ഓൾ റിലീജിയൻ. നിന്റെ അടുത്ത് മ്യൂസിക് ഇടാൻ പറഞ്ഞ. എടാ പഠിക്ക് നമുക്ക് ഇനി അടുത്തത് തകർക്കാളത്. നാളത്തെ പരീക്ഷ ഗംഭീരമാവും. എടാ പറയട്ടെ ഞാൻ, ഇത് നീ എങ്ങാനും ഇനി മറന്നു പോയാ ബാക്കി ഞാൻ പറയുന്നില്ല. വയലൻസാ. അതെ, നിനക്ക് മനസ്സിലായ? ഇനി എന്തിനാ പോലീസിനെ വിളിക്കണ കഥ നീ പറയണത്? പോലീസിനെ വിളിക്കാറായിട്ടില്ല. അപ്പൊ അവൻ കിച്ചടി ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കണ്ടുപിടിക്കാൻ പോവാണ്, അല്ല കാണാൻ വേണ്ടി പോവാണ്. ആര്? അക്ബർ. അറോറ ലൈറ്റ്സ് ആണ്. ഹിന്ദി പഠിക്കാൻ നോക്കുമ്പോ. അല്ല ഇതിലിപ്പോ എല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? എല്ലാം അറിയാം. ഓക്കെ അപ്പൊ നമുക്ക് റിവൈസ് ചെയ്യാം. ശബ്ദാർത്ഥം അറിയില്ലേ? ശബ്ദാർത്ഥം ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ, ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് എടുക്കാം. അങ്ങനെ ട്യൂഷൻ കഴിഞ്ഞ് വന്ന് ഞാൻ എൻ്റെ ക്ഷീണം തീർത്തത് നല്ല അസൽ കഞ്ഞി കുടിച്ചിട്ടാണ്. അപ്പോൾ ഇത് വറ്റൽമുളകാണ്. വറ്റൽമുളകും പിന്നെ ഉള്ളി മൂപ്പിച്ചതൊക്കെ വെച്ചിട്ട് നമ്മളൊരു ചെറിയൊരു സംഭവം ഉണ്ടാക്കും. അത് നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പരിപാടി. അങ്ങനെ ഇതും പിന്നെ ഞാൻ വേറൊരു ചെമ്മീൻ്റെ പാക്കറ്റ് അച്ചാറും വാങ്ങിച്ചിരുന്നു. അപ്പോൾ ഇതും പിന്നെ ആ ചെമ്മീൻ്റെ പാക്കറ്റ് അച്ചാറും കൂടിയിട്ട് വയ്ക്കണം. ഇവിടെ വെള്ളപ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാനത് കഴിക്കുന്നില്ല. നല്ല ചൂട് കഞ്ഞിയും ഈ പറയുന്ന ഐറ്റംസും വെച്ചിട്ട് ഞാൻ ഇന്നത്തെ ഡിന്നർ അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പോൾ ബൈ.